വചനമാകുന്ന വാള്, ദ സോഡ് ഓഫ് വേർഡ്. വചനമാകുന്ന വാളെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇരുവാഴ്ത്തലയുള്ള വാളുകളാണ്. നമ്മൾ എബ്രായ ലേഖനം 4 പഠിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലയുള്ള വാള് പോലെയാണ്. അത് വായിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ദൈവവചനം നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്, അത് വാളുകളാണ്. പക്ഷെ ആർക്കും ഈ വാളെടുത്ത് ഉപയോഗിക്കാൻ അറിയത്തില്ല. ഒന്നാമത് നമ്മൾ ഈ മറ്റുള്ളവർ സ്പൂൺ ഫീഡിങ് എന്ന് പറയും. അതായത് മറ്റുള്ളവർ നമുക്കിങ്ങനെ വാ തുറന്നിരുന്നോ ഞാൻ ഇട്ട് തരാം. നമ്മൾ അമ്മമാർ ചിലപ്പോൾ ഈ അമ്മക്കൾ വലുതായാലും അവരിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു വലിയ പാപമാണ്. അത് നിർത്തണം. നമ്മളിലൊക്കെ അറിഞ്ഞോ അറിയാതെ വരുന്നുണ്ട്. അത് കൂടുതൽ അമ്മമാർ അമ്മക്കളെയാണ് സ്പോയിൽ ചെയ്യുന്നത്. അത് മാറിപ്പോട്ടെ, ഇന്നത്തെ ദിവസം അതോടെ അഴിഞ്ഞു പോകട്ടെ. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൻ്റെ 4:12 വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവാഴ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഉണ്ടോ? നമ്മൾ നോക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് വചനം ജീവനുള്ളതാണ്. അപ്പം നമ്മൾ സ്വർഗത്തിൽ ചെല്ലാമെങ്കിൽ പലപ്പോഴും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ പറഞ്ഞ് ബുക്ക് വായിച്ചതിനകത്ത് വായിച്ചിട്ടുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പം പലപ്പോഴും ഈ വചനം മനുഷ്യൻ്റെ രൂപത്തിൽ നിൽക്കുന്നതായിട്ട് അവർക്ക് കാണാമെന്ന്. കാരണം അതിനത്ര ജീവനാണ്. എല്ലാം വചനം കൊണ്ടാണ്. എബ്രായ ലേഖനം 1:3 പറയുന്നത്, സകല കാര്യങ്ങളും ഭൂമിയിലുള്ളതും സ്വർഗത്തിലും വചനം കൊണ്ടാണ് നിലനിർത്തുന്നത്. അവൻ്റെ ശക്തമേറിയ വചനം കൊണ്ടാണ്. ഇവർക്ക് വചനം മാത്രമേ പറയാനുള്ളൂ. ഇത് ഞാൻ വായിച്ചേൽപ്പിക്കാം. 1:3 എബ്രായ ലേഖനം 1:3 ഇങ്ങനെയാണ് പറയുന്നത്, അവനെ തൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അത് ക്രിസ്തുവാണ്. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും അവനവൻ്റെ തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട്. കണ്ട, എല്ലാത്തിനും എന്തുകൊണ്ടാണ് വഹിക്കുന്ന പറഞ്ഞ്? വചനം കൊണ്ട്. നമ്മൾ വചനം എന്തിനാന്ന്? അത് നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഒരു ടെലിവിഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാനുവൽ പ്രശ്നം വരുമ്പോൾ ഈ മാനുവൽ നോക്കിയിട്ടാണ്. മാനുവൽ നന്നായിട്ട് അറിയാവുന്നവർ അത് റിപ്പയർ ചെയ്യാൻ വരുന്നത്. ശരിയല്ലേ? നമുക്ക് പ്രയാസം വരുമ്പോൾ മാനുവൽ വായിക്കാൻ അറിഞ്ഞുകൂടാ. എപ്പോഴും വായിച്ച് നല്ല തറവായിട്ട് ചെയ്തിട്ടുള്ളവർക്കല്ലേ എക്സ്പേർട്ടായിട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. വചനത്താൽ തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നതിനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്തു. ദൈവത്തെക്കുറിച്ചാണ്, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം വചനം യേശു തന്നെയാണ്. വചനത്തിൻ്റെ പൊരുളാണ് യേശു. വചനം ജഡമായി അല്ലെങ്കിൽ മാംസം വെച്ച് വന്നതാണ് യേശു. അപ്പോൾ വചനം വേണ്ടായോ വേണ്ട, വചനത്തിനകത്ത് പലരും ചോദിക്കുമ്പം വേറെ എന്തുവാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് ഞാനൊന്ന് ചോദിക്കുക. വേറെ എന്താണ് നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നിലനിൽക്കുന്നത് കൊടുക്കുവാൻ എന്താ ഉള്ളത്? കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അതൊരു നിമിഷം കൊണ്ട് നശിച്ചു പോകൂലേ? അല്ല തന്നെ അതുകൊണ്ട് എന്നാ പ്രയോജനം? മനുഷ്യൻ്റെ സ്വഭാവ ശുദ്ധീകരണത്തിന് അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു. കുറച്ച് സ്ഥലം കഴിയുമ്പോഴത്തേക്ക് സ്ഥലങ്ങൾ അവിടെ കാണുമോ എന്ന് ആർക്കറിയാം? ലോകം മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ ഏതിലാണ് നമുക്ക് പിന്നെ ഒന്നേ ഉള്ളൂ ശാശ്വതമായിട്ട്? അവൻ്റെ വചനം, അവനിൽ ആശ്രയിപ്പിക്കുക. അപ്പോൾ വചനം, ഈ ദൈവം ഈ വാള് ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരെയും വാള് ഏൽപ്പിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും കാണുന്നത് എനിക്കൊക്കെ വലിയ വാളുകൾ എന്നെക്കാട്ടി ചിലപ്പം പ്രായം കുറഞ്ഞവർ ആത്മാവ് നിൽക്കുന്നവർക്ക് അതിലും വലിയ വാൾ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിൽ കുശുമ്പൊന്നുമില്ല. അവർ ഉപയോഗിച്ചോട്ടെ, അവരതുപോലെ കഷ്ടം സഹിക്കുന്നതുകൊണ്ടാണ്. വാള് ഓരോരുത്തർക്ക് വലിയ വാളുകൾ. ദാവീദിന് വലിയൊരു വാള് ഗോലിയാത്തിൻ്റേത് ആദ്യകാലത്ത് എടുത്ത് ഉപയോഗിക്കാനുള്ള ബലമില്ലായിരുന്നു. 2 കൈയും കൊണ്ട് ഗോലിയാത്തിൻ്റെ വാളെടുത്തിട്ട് അവൻ്റെ തല വെട്ടിയേച്ച് തല പിടിച്ചുകൊണ്ട് പോയി. വാള് പിന്നെ അവിടെ അല്ല സൂക്ഷിച്ചത്. പിന്നെ പ്രായമായി രാജാവായി കഴിഞ്ഞപ്പോഴാണ് ദാവീദ് ആ വാളെടുക്കുന്നത്. ഒരു വലിയ വാളാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ അത്രയും ആത്മാവില്ലാത്തവർക്ക് ചെറിയ വാൾ, കൊച്ചു പിള്ളേർക്ക് ദൈവം ഇത്രയുള്ള ചെറിയ ചെറിയ വാളുകൾ കൊടുക്കുന്നതാണ്. അവരെയും പഠിപ്പിച്ചെടുക്കും. കൊച്ചു കുഞ്ഞുങ്ങൾ
ഒരു കൊച്ചു കുഞ്ഞ് ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഗ്ലോറി ടു ഗോഡ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ വാളായിട്ട് പോകും. അതിനു മുമ്പിൽ ഒരു പിശാചും നിൽക്കുമല്ലോ. എസ്പെഷ്യലി അവർ ഇന്നസെൻ്റ് അല്ലേ, അവർക്ക് പാപമില്ലല്ലോ. ഈ നമ്മളീ കാണുന്ന പോലുള്ള ബലഹീനതയിൽ അവർക്കില്ലല്ലോ, കാരണം അധികം വളർന്നിട്ടില്ല. അപ്പോൾ ഈ ലോകപ്രകാരമായിട്ടുള്ള ഒത്തിരി ചെളി പറ്റാത്ത കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി വാൾ വന്നു. അപ്പോൾ ഈ വാൾ തന്നിരിക്കുന്നത് എന്തിനാ, വാൾ എന്തിനാ തരുന്നത്? അപ്പം ഞാനിതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഈ ദൈവം ഒരു വലിയ വാളേൽപ്പിച്ചു. വാളേൽപ്പിക്കുന്നതുകൊണ്ട് സന്തോഷമാണോയെന്ന് ചോദിച്ചാൽ ഒരു കണക്കിന് സന്തോഷം ദൈവം. പക്ഷേ പിറ്റേ ദിവസം ഓർമ്മ വരും, ഇനി ഏത് യുദ്ധത്തിനാണ് മുമ്പിൽ വരുന്നത്, എന്നാ യുദ്ധമാണ്, വഹിക്കാൻ വയ്യാത്ത യുദ്ധം വരരുതെന്ന് ഉടനെ പ്രാർത്ഥിക്കും. കാരണം നമുക്കറിയത്തില്ല, പിന്നെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബലമാണ്. അപ്പോൾ ഈ വാളേൽപ്പിക്കുമ്പം വാൾ എന്തിനാ തരുന്നതെന്നൊരു ചിന്ത വന്നു. വാള് ദൈവം ആത്മാപ്പെടുത്തി, ഒന്ന് ശത്രുവിനെ കൊല്ലാൻ, ശരിയല്ലേ? ദാവീദ് ഗോലിയാത്തിനെ കൊല്ലാൻ അവൻ്റെ വാള് തന്നെ, ദാവീദിനെ കൊല്ലുവാൻ കൊണ്ടുവന്ന വാളെടുത്ത് ദൈവം അവനെ കൊണ്ട് തന്നെ എടുത്ത് വെട്ടിപ്പിച്ചു. വാള് രണ്ടാമതിനെ വാള് തരുന്നത് സ്വയരക്ഷയ്ക്ക്, നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളിൽ ഒരു ആയുധമാണ് ഈ വാളെന്ന് പറയുന്നത്. അത് നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ, വേലി കെട്ടി നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ വീടിന് എന്തിനാണ് മതിൽ കെട്ടുന്നത്? എന്തിനാണ് നമ്മൾ വീടിന് ഡോറ് വെച്ചിട്ട് അതിന് സാക്ഷ്യം ഇടുന്നത്? പ്രൊട്ടക്ഷൻ. മതിലുകൾ കെട്ടിയിട്ട് അതിന് ഗേറ്റ് വെക്കുന്നത് എന്തിനാ? വി നീഡ് പ്രൊട്ടക്ഷൻ. എല്ലാവർക്കും എല്ലാ സമയത്തും കയറി വരാനൊക്കത്തില്ല. അപ്പം വാള് തരുന്നത് ഒന്ന് ശത്രുവിനെ കൊല്ലാൻ, രണ്ടാമത് സ്വയരക്ഷയ്ക്ക്, മൂന്ന് മറ്റുള്ളവരെ കൂടി രക്ഷിക്കാൻ. നമ്മൾ രക്ഷപ്പെട്ടിട്ട് ഈ വാളെടുത്ത് ഉപയോഗിക്കാൻ പഠിച്ചാൽ, അതായത് പറയുന്നുണ്ട്, വാള് ഉറയിൽ നിന്ന് ഊരുന്നവൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ തിരിച്ചിടുന്നു എങ്കിൽ അവൻ ശപിക്കപ്പെട്ടവൻ, ദൈവവചനം ഉദാസീനത എടുക്കുന്നവൻ അവനും ശപിക്കപ്പെട്ടവൻ. രണ്ടും ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാളും വചനവും ഒന്നായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തന്നെ രക്ഷിക്കണം. നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത ചുമതല മറ്റുള്ളവരെ കൂടെ, എൻ്റെ സ്വന്തപ്പെട്ടവരെ രക്ഷിക്കുക. സ്വന്തം വീട്ടുകാരെ രക്ഷിക്കാതെ വല്ലവരും രക്ഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവനവൻ്റെ കുടുംബത്തെ ആദ്യം രക്ഷിക്കാൻ പഠിക്കണം, നമ്മുടെ കൂട്ടുകാർ, പിന്നെ മറ്റുള്ളവരെ, കൂട്ടുകാരെ. ഇതന്നെ ഒരു സർക്കിളാണ്. ആദ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിന് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം അതെല്ലാം മറന്നു കടന്നു വെച്ച് കൂട്ടുകാരുടെ പുറകെ നടക്കുന്ന ഒരു ഗുണം. ഇപ്പം വിവാഹ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ജോലിക്ക് പോകുന്നതിനാൽ മിക്ക വിവാഹങ്ങളും ഡിവോഴ്സിലാകുന്നതിൻ്റെ ഒറ്റ റീസൺ, ദൈവത്തിൻ്റെ വേലി പൊളിഞ്ഞു കിടക്കുന്നു. വേലി ഉറപ്പിക്കാൻ ആർക്കും ഉറപ്പില്ല, പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുത്തുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ നിബന്ധനകൾ, നിയമങ്ങൾ മാറ്റി വെച്ചൊരു കുടുംബം ഉണ്ടാക്കാൻ ആരും വിചാരിക്കേണ്ട. ശാശ്വതമായ തൻ്റെ നിയമത്തിൻ്റെ അടിയിൽ വന്ന് സമാധാനത്തോടെ സന്തോഷത്തോടെ അവൻ്റെ സമൃദ്ധിയിൽ ജീവിക്കാൻ ദൈവം പ്രൊവൈഡ് ചെയ്യും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അങ്ങനെ ബുദ്ധിയില്ലാത്തവർക്ക് ബുദ്ധി ഇട്ടു കൊടുക്കാൻ പ്രാർത്ഥിക്കാം നമുക്ക്. അപ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ, പിന്നെന്തിനാ, യുദ്ധം പരിശീലിപ്പിക്കാൻ. നമ്മൾ വാളുണ്ടെങ്കിൽ, വാൾപ്പയറ്റുണ്ടെങ്കിൽ അത് എങ്ങനെ, എൻ്റെ കയ്യിലൊരു വാള് തന്നാൽ അത് എങ്ങനെ പിടിക്കാൻ പോലും അറിയത്തില്ല, പിന്നെ എന്നാ ഗുണമാണ്? പിന്നെ ചെറിയ വാളെടുത്ത് ഉപയോഗിച്ചവൻ അടുത്ത സ്റ്റേജിൽ അടുത്തത് വരും. അത് കഴിയുമ്പോൾ വലിയ വാൾ തരുന്നതിന് മുമ്പ് എത്രയോ ചെറിയ വാളുകൾ എടുത്ത് ഉപയോഗിച്ച് പഠിച്ചത്. അപ്പം നമ്മളെ ദൈവം വാള് തരുമ്പം ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരേണ്ടത് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയാണ്. ദാവീദ് വാള് പഠിച്ചോന്ന് ചോദിച്ചാൽ അവൻ ചെറുപ്പകാലത്ത് അവൻ ആട്ടിടേൻ്റെ ജോലിയാണ് ചെയ്തത്. ദാവീദിൻ്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട്, പല പ്രാവശ്യവും സിംഹം വന്ന് ആടുകളെ കൊണ്ടുപോയപ്പോഴും പിന്നെ കരടി വന്ന് പിടിച്ചുകൊണ്ട് പോയപ്പോഴും ഞാൻ അവൻ്റെ പുറകെ പോയിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ വാ തുറന്നിട്ട് ആടിനെ രക്ഷിക്കുകയും അവൻ്റെ കുഞ്ചി പിടിച്ചിട്ട് ആട്ടിച്ച് അവനെ കൊല്ലുകയും ചെയ്തെന്ന്. അതിന് അവിടെ ദൈവത്തിൻ്റെ ശക്തമായ പരിശുദ്ധാത്മാവാണ് വാളായിട്ട് നിന്നത്. മനസ്സിലായോ? ദാവീദിലൊക്കെ പഴയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് വരും, ക്രിയ ചെയ്യും, തിരിച്ചു പോകും. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നിട്ട് മാറുന്നില്ല. എത്ര പേർക്കറിയാം? എത്ര പേര് ഈ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നുണ്ട്? അത് നമ്മുടെ തലമുറകളുടെ മേൽ ഇപ്പോൾ ചെന്ന് വീഴട്ടെ. ഈ വാളെടുത്ത് വാൾപ്പയറ്റ്, അതായത് നമ്മൾ ഈ പിന്നെ വാൾപ്പയറ്റിങ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അടിതട പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ അവർ ഈ വാളെടുത്ത് വെട്ടാൻ പഠിപ്പിക്കുന്ന എന്ത് ഭംഗിയായിട്ട്. അതായത് ട്രെയിനിങ് വേണം, യുദ്ധം ചെയ്യിപ്പിക്കണം. നമ്മുടെ മക്കളെ വചനമാകുന്ന വാളെടുത്ത് പഠിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവിന് ഉപയോഗിക്കട്ടെ. അപ്പോൾ അവകാശങ്ങൾ നഷ്ടപ്പെട്ടത് അത് തിരിച്ചെടുക്കണമെന്ന് നമ്മളൊരു യുദ്ധം ചെയ്യണം. കിരാത ജീവികൾ, ബുദ്ധിയില്ലാത്തവർക്ക് പോലും അവർക്ക് ചാൻറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ അറിയാം. ഈ നമുക്ക് ഭാഷയൊന്നും ഇല്ലാത്ത അവരുടെ ഡയലക്റ്റ് ഉണ്ട്, ശബ്ദം മാത്രമുണ്ട്. അവർ പോലും അവരുടെ ദേവന്മാരെ വിളിച്ച് ശബ്ദം ഉണ്ടാക്കി ആ അന്ധകാര ശക്തിയെ വിളിച്ച് അവരുടെ ടെറിട്ടറി പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മൾ ഈ സത്യദൈവത്തെ അറിഞ്ഞിട്ട് ഭൂമിയും ഭൂതലവും ഉലകം മുഴുവനും സൃഷ്ടിച്ച് സ്ഥാപിച്ച ദൈവത്തെ നമുക്ക് വിളിച്ചു വരുത്താൻ ദൈവത്തിൻ്റെ വചനം കൊണ്ടൊക്കത്തില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഉണ്ടാകണം. വാളെടുക്കുന്നത് നിത്യരക്ഷ കിട്ടാനായിരിക്കണം.
നിത്യമായ രക്ഷ. ശത്രു ആരാണ് അവൻ്റെ തല തെറിച്ചു പോകട്ടെ എന്ന് പറയുമ്പോൾ വചനം കൊണ്ട് വെട്ടി മാറ്റുന്നത് കാണണമെന്നേ. സ്വർഗരാജ്യം ഭൂമിയിലാക്കാൻ. അപ്പോൾ 7 കാര്യങ്ങൾ വചനമാകുന്ന വാളുണ്ട്. ഒന്ന്, വാള് നമുക്ക് ശത്രുവിനെ കൊല്ലാൻ, സ്വയരക്ഷയ്ക്ക്, മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ, നമ്മളെ കൊണ്ട് യുദ്ധം പരിശീലിപ്പിക്കുന്നു, നമ്മുടെ നഷ്ടപ്പെട്ട അവകാശങ്ങൾ, ഇതെല്ലാം വചനം കൊണ്ട് ചെയ്യാവുന്നവയാണ്. നഷ്ടപ്പെട്ട അവകാശങ്ങൾ തിരിച്ചു കിട്ടാൻ, നിത്യരക്ഷ കിട്ടാൻ, സ്വർഗരാജ്യത്തിന് ഭൂമിയിൽ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഞാനിത് ഈ വചനം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരാളോട് ചോദിച്ചു, വാള് ഉപയോഗിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. വാള് കാണുമ്പം വാളെന്തിനാണ് ദൈവം നമ്മളിത്തപ്പം അവരുടെ ഇന്നസെൻറ്റിൽ അവർ ചില ഉത്തരം പറഞ്ഞു. വാള് കാണുമ്പോൾ ശത്രു പേടിക്കും, ശത്രു തൂക്കും. വാള് ജയത്തിൻ്റെ അടയാളമാണ്. വാള് കയ്യിലുള്ളവൻ വീരനാണ്. മൂർച്ച കൂടും തോറും യോദ്ധാവിൻ്റെ തീഷ്ണതയും കൂടും. വാള് യുദ്ധത്തിൻ്റെ ഒരു ആയുധമാണ്. ഭയമുള്ളവർക്ക് വാള് കൊടുക്കത്തില്ല. വാള് എപ്പോഴും അരയ്ക്ക് കെട്ടിക്കൊണ്ട് തന്നെ നടക്കണം. ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദേ ആർ സിമ്പിൾ തിങ്സ്, ബട്ട് ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. വാളരയ്ക്ക് കാണണമെന്നേ, അതിൻ്റെ ആവനാഴിയിൽ ഇഷ്ടം പോലെ വചനം കൊണ്ട് നിറച്ചിരിക്കണമെന്ന്. അത് ദൈവത്തിന് ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ നിഷ്ഠകളാണ്. വചനം ഇരുവാട്ടുള്ള വാളാണെന്ന് ഞാൻ പറഞ്ഞു. ദൈവവചനം ആത്മാവിൻ്റെ വാളാണെന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6. അപ്പം നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾക്കുള്ള ജഡരക്തങ്ങളോടെ അല്ല യുദ്ധം, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ അധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും യുദ്ധം ചെയ്യണമെങ്കിൽ വചനമാണ്. അരയ്ക്ക് സത്യം, നീതി കവചം, സമാധാന സുവിശേഷം, കാലിന് ചെരുപ്പ്, വിശ്വാസം, ദുഷ്ടനെതിരായിട്ടുള്ള തീയമ്പ, രക്ഷ, ശിരസ്ത്രം, ദൈവവചനം, ആത്മാവിൻ്റെ വാള്. വാളെടുത്തോ വെട്ടണം, വെട്ടിയോ അവൻ്റെ തല തെറിക്കുന്ന കാണണം, നിർബന്ധമാണ്. ദൈവം ജയത്തിൻ്റെ കൊടിയുയർത്തി തരിക. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനമെടുത്ത് ഉപയോഗിക്കുമ്പോൾ ദൈവം പിതാവിൻ്റെ അടുക്ക പറയുന്നു, നോക്കിയാൽ അവർ ദൈവം ബലപ്പെടുന്ന കാണുന്നത്. അതാണ് നമ്മൾ യുദ്ധമില്ലാതെ ഒന്നും ഓവർകം ചെയ്യാന്ന് വെച്ചാൽ യുദ്ധത്തിൽ ജയിക്കുന്നവനെന്ന ജയിക്കണം. അപ്പോൾ യുദ്ധമുണ്ട്, യുദ്ധമില്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. നമ്മൾ ഈ ബുദ്ധിയില്ലാത്തവരെ കാണാമെങ്കിൽ അവരങ്ങ് ഗിവപ്പ് ചെയ്യും. അങ്ങനെയുള്ളവരെ എനിക്ക് കണ്ടിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരു വീട്, ആ കൊച്ചിൻ്റെ ഒരേ ജോലി ഭക്ഷണം കഴിക്കും, മുഴുവൻ നേരവും കഴിച്ചുകൊണ്ടിരിക്കും. വണ്ണം വെച്ച് ഇപ്പോൾ അതിന് നടക്കാൻ വയ്യ. ബിക്കോസ് ദേ ഓൾറെഡി ഗേവ് അപ്പ്. ദർ ഇസ് നത്തിങ് ടു തിങ്ക്. ദേ കനോട്ട് തിങ്ക്. ബട്ട് വി ആർ ഡിഫറെൻറ്റ്. അവരെ ദൈവം അങ്ങനെ സൃഷ്ടിച്ച് ആ കൃപയെ നടത്തിക്കോളും. പക്ഷെ ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു ആർ വാരിയേഴ്സ്. ആർ യു എ വാരിയർ? ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. ദൈവം നമ്മളെ വലിയ റിവാർഡ് തരാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രതിഫലം തരാൻ വേണ്ടി ദൈവം വന്ന് നിൽക്കുകയാണ്. വാങ്ങിച്ചെടുക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, വചനമാകുന്ന വാളിൻ്റെ ശക്തി എത്രയാണെന്ന്. വചനം കൊണ്ടാണ് ഭൂമി മുഴുവനും, ഭൂമിയും ഭൂതലവും സ്വർഗവും നിലനിർത്തുന്നത് വചനം കൊണ്ടാണെന്ന്. ഇതൊക്കെ പണ്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരുന്നു. ഇപ്പം എത്രയോ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ കൂടെയൊക്കെ മനുഷ്യൻ ഇവിടെ ഇരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയ, ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടറിനകത്ത് ചില മെസ്സേജുകളുകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. പിന്നെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ നിബന്ധനം എഴുതിയിരിക്കുന്ന ഈ വേദപുസ്തകത്തിൽ മാറ്റമില്ലാത്ത വചനം കൊണ്ട് തന്നെയാണ് ഭൂമി ഇന്നും നിലനിൽക്കുന്നത്. അതിന് വ്യത്യാസമൊന്നുമില്ല. സൂര്യചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഭൂമിയിൽ കാണുന്ന സകലത്തിനെയും നിയന്ത്രിക്കുന്ന അപ്പച്ചൻ്റെ വചനം കൊണ്ട് തന്നെയാണെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. പിന്നെ എന്താണ് ഈ വചനത്തിനോട് ഇത്ര അവേർഷൻ? വചനം കാണാതെ പഠിക്കുന്നതിന് പകരം ലോകത്തിലുള്ളതെല്ലാം പഠിക്കും. സൈക്കോളജി, പിന്നെന്താ ഫിസിയോളജി, പിന്നെന്താ അനാറ്റമി, പിന്നെ എന്തെല്ലാം പഠിച്ചെടുക്കുക, എല്ലാം പഠിച്ചെടുക്കും. പിന്നെ ഇതെല്ലാം പഠിച്ചാലും പ്രയാസം വരുമ്പോൾ ആർക്കും അറിഞ്ഞുകൂടെ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന്. ജീവനുള്ള വചനത്തെ മറിച്ചേച്ച് ജീവവെള്ളത്തെ മാറിയേച്ച് മറ്റുള്ള വെള്ളം കുടിച്ച് പഠിച്ചുപോയി. നമ്മൾ ദൈവത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം മറ്റുള്ളിടത്തുനിന്ന് ഭക്ഷണം കഴിച്ചുപോയി. അതിലൊരു സന്തോഷമായി. കൺമോഹം ജഡമോഹം ജീവനപ്രതാപത്തിൻ്റെ പുറകെ അവ പോയതുപോലെ തന്നെ ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ ജീവനുള്ള ദൈവമേ, കുറേ പേരെങ്കിലും ഇതിനകത്തൊന്ന് തിരഞ്ഞെടുത്ത് ജീവവചനത്തിൽ നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വചനമാകുന്ന വാളെടുത്ത് ഉപയോഗിച്ച് യുദ്ധത്തിൽ ജയമെടുത്ത അനേകർക്ക് പ്രകാശത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുക, രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുന്നു. നഷ്ടപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചെടുക്കുവാൻ തക്കവണ്ണം ഏദൻ തോട്ടത്തിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശങ്ങളിൽ നിന്ന് ഈ വചനമാകുന്ന വാളുകൊണ്ട് ഞങ്ങൾ നേടിയെടുക്കാൻ പഠിപ്പിക്കണേ. വചനം യേശു ക്രിസ്തു തന്നെയാണ്. കർത്താവിൻ്റെ തുടയിൽ എഴുതിയിരിക്കുന്ന പേര് ദൈവവചനമെന്നാണ്. വെളിപ്പാടിനകത്ത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ വചനം ദൈവം ഒന്നാകിയാൽ നിൻ്റെ ആത്മാവിൽ ഞങ്ങൾ വളരണമെങ്കിൽ വചനം അധികമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതി തരണം. ബുദ്ധിമണ്ഡലത്തിൽ ഞങ്ങളുടെ മനസ്സ് പുതുക്കി ഞങ്ങളുടെ ദിനം പ്രതിദിനം ബലപ്പെടുത്തുന്ന നന്ദി, ശക്തിക്ക് വേണ്ടി നന്ദി, സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.